അര കിലോ മുളകുപൊടി ദേശീയപാതയിൽ അര കിലോമീറ്ററോളം ദുരിതാവസ്ഥ സൃഷ്ടിച്ചു. കാര്യം ഇങ്ങനെയാണ്. ദേശീയപാതയിൽ കളമശ്ശേരി ഗസ്റ്റ് ഹൗസിന് സമീപം എറണാകുളത്തേക്ക് പോകുന്ന വഴിയിലാണ് ഏതോ വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ മുളകുപൊടി പാക്കറ്റ് പിന്നാലെ എത്തിയവർക്ക് ദുരിതം വിതച്ചത്. പാക്കറ്റ് പൊട്ടി അന്തരീക്ഷത്തിൽ മുളകുപൊടി പടർന്നതോടെ ഇരുചക്ര വാഹന യാത്രികരടക്കമുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. രാവിലെ ഞാൻ ഇതിലെ കാറിന് പാസ്സാകുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. 2 പാക്കറ്റ് മുളക് പൊടി പൊട്ടി റോട്ടിൽ വീണ് കിടക്കണ്. ഈ മുളക് പൊടി പറന്നിട്ട് ആളുകളുടെ കണ്ണിൽ മുഴുവൻ മുളക് പൊടി ആയിട്ട് ആളുകൾ എല്ലാ സ്കൂട്ടറുകാരും സൈഡിൽ നിർത്തി മുഖം തുടക്കണ അത് കണ്ടപ്പോഴാണ് ഈ മുളക് പൊടിയാണ് ഈ വീണ് കിടക്കണേന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ചുമട്ടുതൊഴിലാളികളെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഇപ്പം ഇത് പറന്ന് വാഹനങ്ങളുടെ പുറകെ പാക്കറ്റും പറന്ന് ആ പരിസരം മുഴുവൻ മുളക് പൊടിയുടെ ഒരു സ്മെല്ലും ഇതുമായി വലിയൊരു അപകടത്തിൽ നിന്നാണ് ഒഴിവായത്. ഇപ്പോഴും ഇതിന്റെ ഒരു എരിവിന്റെ ഫീൽ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഇത്രയും വലിയ ഒരു അപകടം സാധ്യതയുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് ഏകദേശം ഒഴിവായി എന്ന് വേണം പറയാൻ. സമാനമായ രീതിയിൽ 1 മാസം മുന്നേ ഇതുപോലെ SCMS കോളേജിന്റെ ഭാഗത്ത് ഇതുപോലെ മുളക് പൊടി ഇത് പറന്ന് ഇതുപോലെ കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് ഒരു സംശയം ഇപ്പൊ പൊതുവെ വന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുന്നെയാണ് SCMS കോളേജിന്റെ മുമ്പിൽ ഇതുപോലെ സംഭവിച്ചത്. അതും ഈ ഇറക്കം വിട്ടു വരുന്ന സ്പീഡിൽ ഇറക്കം വിട്ടു വരുന്ന കളമശ്ശേരിയുടെ ഒരു പ്രധാന ഇറക്കമുള്ള ഒരു പോയിന്റിലാണ് ഈ 2 പാക്കറ്റ് മുളക് പൊടി വന്ന് വീണത്. അപകടം വലിയ രീതിയിൽ രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. ഏതാണ്ട് അര കിലോമീറ്ററോളം ദൂരത്തിൽ പ്രശ്നം സൃഷ്ടിച്ചു. ഇത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. അപ്പോഴേക്കും മുളകുപൊടി മുഴുവൻ അന്തരീക്ഷത്തിൽ പടർന്നിരുന്നു. പിന്നീട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി റോഡ് വെള്ളമടിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. രാവിലെ 8:45 സംഭവം നടന്നത്. അര കിലോ മുളകുപൊടി സൃഷ്ടിച്ച അസ്വസ്ഥത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പലരും ഏറെ നേരം കഴിഞ്ഞാണ് വീണ്ടും യാത്ര ചെയ്തത്. സ്ഥലത്ത് ഏറെ നേരം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.